ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയത്തേക്കാണ്. ഇന്ന് വെറുതെ ബോറടിച്ചപ്പോഴത്തേനും എങ്ങോട്ട് പോകണമെന്ന് അറിയായിരുന്നപ്പോഴത്തേനും വൈഫിൻ്റെ കൂട്ടുകാർ വിളിച്ച് പറഞ്ഞു, കോട്ടയത്ത് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ പോയിക്കോ, അടിപൊളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് നാമ്പടം മൈതാനത്തെത്തി. അവിടെ അക്വാ മറൈൻ വേൾഡ് അങ്ങനെ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. അതിൻ്റെ കവാടമൊക്കെ ഒരു മീൻ തുറന്ന് പിടിച്ചേക്കുന്ന പോലെയാണ്. അതിൻ്റെ അകത്തുകൂടിയാണ് നമുക്ക് അകത്തോട്ട് പ്രവേശിക്കേണ്ടത്. വളരെ മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി. ഗൂഗിൾ പേ ഇല്ലായിരുന്നു, നേരെ ക്യാഷ് കൊടുത്ത് അകത്തോട്ട് കയറി. നാഗമ്പടം മൈതാനത്തിൻ്റെ മുഴുവൻ എടുത്തിട്ടുണ്ട് അവർ. അത്രമാത്രം വലിയൊരു ഫെസ്റ്റിവൽ അവിടെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ എൻട്രൻസ് ആദ്യത്തെ പ്രവേശന കവാടത്തിലെത്തി. ഇവിടെ റോബോട്ടിക്സ് ആണ് കേട്ടോ. അത് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കയറുകയാണ്. ആദ്യം തന്നെ ചെന്നപ്പോഴത്തേനും ഒരു നായയുടെ രീതിയിലുള്ള റോബോട്ട് ഞങ്ങളെടുത്തോട്ട് വന്നു. കണ്ടാൽ നായയുടെ എല്ലാവിധ ക്വാളിറ്റിയുള്ളൊരു റോബോട്ടാണ്. ഇതിന് നമ്മൾ കണ്ടേക്കുന്നത് യൂട്യൂബിലും ഷോർട്സിലൊക്കെ ആയിട്ട് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ നായയുടെ റോബോട്ട് പ്രവർത്തിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ മൂന്നും ആദ്യമായിട്ടാണ് ഈ റോബോട്ടിനെ കാണുന്നത്. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. ജുവാന് പേടിയാണ്, കാരണം അത് പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും ഞാൻ ആദ്യം ഓർത്തത് തനിയെ സെൻസ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് ഞാൻ ആദ്യം ഓർത്തത്. പക്ഷെ അങ്ങനെയല്ല. ഇത് തൊട്ടപ്പുറത്തൊരു ഓപ്പറേറ്ററുണ്ട്. അദ്ദേഹം ജോയ്സ്റ്റിക്ക് വഴി കമാൻഡുകൾ കൊടുത്തിട്ടാണ് നിയന്ത്രിക്കുന്നത്. അപ്പം അത് ഈ നായ എല്ലാവരുടെ അടുത്തും ഓടി നടന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മേശപ്പുറത്തൊരു കുഞ്ഞു 3 റോബോട്ട് ഇരിക്കുന്നുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ട് റോബോട്ട്. അത് അവിടെ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആ താളത്തിനനുസരിച്ച് അത് ഡാൻസ് കളിക്കുന്നു. എല്ലാം ഒരേപോലെ തന്നെ. 3 ഒരു വയേർഡായിട്ടുള്ള യാതൊരു കണക്ഷനും ഇല്ല. അങ്ങനെ അവിടെ ഒരു ഇഗ്ലു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോഴത്തേന് വീണ്ടും ആ നായ അവിടെ തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് പക്ഷികളുടെ ഒരു കേജിനകത്ത് പക്ഷികൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് എല്ലാം പാരറ്റിൻ്റെ പ്രഭേദങ്ങൾ തന്നെയാണ് ഞാൻ നോക്കിയിട്ട് കണ്ടത്. പ്രാവും പാരറ്റും ഒക്കെ തന്നെയായിരുന്നു. പുതിയ ഇനി നമ്മുടെ അറിവില്ലായ്മയുള്ള നമ്മുടെ അറിവിൻ്റെ കുറവ് കൊണ്ടാണെന്ന് അറിയത്തില്ല. എല്ലാം ഏറെക്കുറെ അതുപോലെയൊക്കെയാണ് നമുക്ക് തോന്നിയത്. ജുവാനപ്പോൾ ഓരോ പ്രാവിൻ്റെയും പക്ഷികളുടെയൊക്കെ അടുത്ത് പോയി ഓരോ നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വേറൊരു കൂട്ടിൽ ഇഗ്വാന നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 2 ഇഗ്വാന. പിന്നെ നമ്മൾ സാധാ ഒരു റാബിറ്റിനെ കണ്ടു. അപ്പം റാബിറ്റിനെ കണ്ടപ്പം ജുവാൻ അവിടെ ചെന്ന് റാബിറ്റിനെയൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ സാധാ തത്തയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജുവാൻ അവിടെ വന്ന് ഏതോ ഒരു കേജിലിങ്ങനെ തട്ടുന്ന കണ്ടു. അപ്പം ഞാനത് എന്നാണെന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറയുവാണേ, അത് ഈ തത്തയുടെ തലയിൽ സ്പൈക്ക് ചെയ്ത പോലത്തെയുള്ള മുടി പോലെ ഉണ്ട്. അപ്പം ജുവാൻ നേരത്തെ സ്പൈക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് ജുവാൻ പറയാം അത് സ്പൈക്ക് ചെയ്തേക്കുന്നതാണ്. അങ്ങനെ ഓരോ കൂട്ടിലെയും ഒരുപാട് പക്ഷികളൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ചില കൂട്ടിൽ ഒറ്റ പക്ഷിയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ കൂട് കുറേ എണ്ണം 2 സൈഡിലായിട്ട് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള പക്ഷികളുടെ എണ്ണം വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റ് ഇത് അപേക്ഷിച്ച്. പിന്നെ ഞങ്ങളിവിടെ കണ്ട ഒരു കുരങ്ങനാണേ. ഇതൊരു പ്രത്യേകതരം കുരങ്ങനാണ്. എന്ത് കുരങ്ങനാണെന്ന് അറിയത്തില്ല. അറിയാവുന്നതൊന്ന് കമൻറ്റ് ചെയ്തൊക്കെ. ഇത് ഭയങ്കര വാലിന് ഭയങ്കര നീട്ടമുണ്ട്. പിന്നെ കണ്ടാൽ ഈ നമ്മുടെ റെക്കൂണൊക്കെ പോലെ ഇരിക്കുന്ന പോലൊരു കുരങ്ങനാണ്. കാണാൻ നല്ല ക്യൂട്ടാണ്. എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വന്നത് എമ്മിൻ്റെ അടുത്താണ്. അതൊരു നമുക്ക് കാണാനൊരു വെർത്തായ ഒരു മൊമെൻ്റായിരുന്നു. കാരണം യമുന അങ്ങനെ കണ്ടിട്ടില്ല. സോറി യമു അല്ല കേട്ടോ, ഒട്ടകപ്പക്ഷി. അങ്ങനെ ഒട്ടകപ്പക്ഷീനെ കണ്ടു. അത് ഭയങ്കര ഒരു പക്ഷിയാണ് കേട്ടോ. അതിൻ്റെ 2 വിരലൊക്കെ 2 ഉള്ളെങ്കിലും നല്ല വലിയ വലിപ്പമുണ്ട് ഒട്ടകപ്പക്ഷിക്ക്. നമ്മളെ കഴിഞ്ഞൊക്കെ ഉയരമുണ്ട്. അങ്ങനെ സാധാ താറാവൊക്കെ അതിൻ്റെ സൈഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഒട്ടകപ്പക്ഷിയുടെ കൂട്ടത്തിലല്ല, അപ്പുറത്തെ കേജിനകത്ത്. അപ്പം ഈ പക്ഷികളിലൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഇനി അക്വാ മറൈൻ വേൾഡിലോട്ട് കിടക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ഞങ്ങൾ ആ കോറിഡോർ വഴി മറൈൻ വേൾഡിലോട്ട് എത്തി. ഇനി കുറേയധികം ഫിഷുകളുണ്ട് ഇവിടെ.
അപ്പോൾ ആദ്യം കാണുന്നത് നമ്മൾ ഏത് ഫിഷാണ്, ഫിഷിൻ്റെ പേരൊന്നും അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഊഹിച്ചെടുക്കണം ഏത് ഫിഷാണ്. ഇത് ചെറിയ ലിറ്റിൽ ഷാർക്ക് പോലത്തെ ഉള്ള ചെറിയ ഫിഷാണ്. അതിൻ്റെ പേരറിയത്തില്ല, ലിറ്റിൽ ഷാർക്കിനോ മറ്റോ ആണോ എന്ന് തോന്നുന്നു, അറിയത്തില്ല. അങ്ങനെ പലതരം അതിനകത്ത് വേറെ ഇത് ഏഞ്ചൽ, ബ്ലാക്ക് ഏഞ്ചൽ പോലത്തെ ഫിഷാണ്. ഇത് ഗോൾഡ് ഫിഷിൻ്റെ വേറൊരു വകഭേദം, നല്ല ഗോൾഡ് കളറാണ്, ഗോൾഡ് ഫിഷ് തന്നെയാണ്. അങ്ങനെ ജുവാനും മൈമയൊക്കെ കൂടി ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ ക്യൂബിക്കള് ഇതിൻ്റെ റൗണ്ട് ചെയ്തേക്കുക ഗ്ലാസ് കൊണ്ട്. ഇതിനകത്തെല്ലാം വെള്ളവും കളർ ലൈറ്റും ചെയ്തിട്ട് ഇതിനകത്ത് നിറയും ഫിഷിങ് ഇട്ടേക്കുക. ഫിഷ് എന്ന് പറഞ്ഞാൽ മൂന്ന് പാർട്ടായിട്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. ഫസ്റ്റ് പാർട്ടിനകത്ത് വന്നേക്കുന്ന അലിഗേറ്റർ, നമ്മുടെ പിരാന, പിന്നെ നമ്മുടെ ഷാർക്ക് പോലത്തെ സാധനങ്ങൾ, പിന്നെ ആരാപ്പയ്മ, അങ്ങനെ വലിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഷാർക്കിൻ്റെയും നമ്മുടെ ക്യാറ്റ് ഫിഷിൻ്റെ പോലത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇത് മലേഷ്യൻ വാളയാന്ന് തോന്നുന്നു, മലേഷ്യൻ വാളയാണെന്ന് എനിക്ക് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്തു. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്നത് കോഴിക്കാർപ്പ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് കളർ ലൈറ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേനും കോഴിക്കാർപ്പിനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നല്ല ക്യാമറമാൻസൊക്കെ വരുവാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. കോഴിക്കാർപ്പ് അതിലെ കൂടെ എല്ലാം നമുക്ക് ഫോട്ടോ എടുക്കാൻ പരുവത്തിന് എല്ലാം നിന്ന് വരുന്നുണ്ട്. അങ്ങനെ മായമയൊക്കെ കുറേ ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ചെറിയ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, അറിയുന്നത് താഴെ കമൻറ്റ് ചെയ്തു. ഇത് ചെറിയ മീനാണ്, പല കളറിലും അടിപൊളി വ്യൂ. അത് നമ്മൾ ഈ നീലാകാശത്ത് നക്ഷത്രങ്ങളൊക്കെ പെയ്തിറങ്ങുന്ന ഒരു അനുഭവമാണ്. അതിങ്ങനെ ആ ഒരു പല കളറുള്ള മീൻ. ഇത് ഞാൻ എവിടെയോ ഗപ്പിയാണോ എന്ന് ഡൗട്ടുണ്ട്, എനിക്കറിയത്തില്ല. ഗപ്പിയല്ല, വേറൊരു ടൈപ്പ് മീനാണ്. അതായത് ഒന്നിച്ച് കിടക്കുന്നതാണ്, പല കളറിലും. നല്ലൊരു കാണാനൊരു ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അത് കാണാൻ വേണ്ടി തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് അവിടെ വന്ന് കാണുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വ്യൂ തന്നെയും പിന്നെ ഇത് കണ്ടിട്ട് അങ്ങ് മതിയാവുന്നില്ല. നമ്മുടെ പണ്ടൊക്കെ വീടുകളിൽ ഇങ്ങനെ കോഴിക്കുഞ്ഞിനെ കളറടിച്ച് കൊണ്ടുവരുന്ന ഒരു രീതിയൊക്കെ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്ന് അങ്ങനെയാണ്. പല കളറുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ സൈക്കിളെ വെച്ച് ചേട്ടന്മാരിങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിലൊരെണ്ണം വാങ്ങിക്കണം എന്നൊക്കെ അതേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മേടിച്ച് തരത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഞങ്ങൾ ആ മത്സ്യത്തിൻ്റെ മീനിൻ്റെ ഒക്കെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി പുറത്തോട്ട് ഇറങ്ങുകയാണേ. അപ്പോഴത്തേനും ഇവിടെ കുറച്ച് ശുദ്ധജല മത്സ്യങ്ങൾ നമ്മുടെ കഴിഞ്ഞു. ഇനിയുള്ളത് ഈ നമ്മുടെ ഉപ്പ് വെള്ളത്തിലുള്ള കുറേ മത്സ്യങ്ങളെ കാണാൻ പോവുക. ആദ്യം കണ്ടൊരു മീൻ എനിക്ക് മനസ്സിലായില്ല, അതെന്നാ മീനാണ്, കടലിലുള്ളതായിരിക്കും. പിന്നെ ഇത് ലോബ്സ്റ്ററാണ് വരുന്നത്. നമ്മളവിടെ നിൽക്കുമ്പോഴത്തേനും ലോബ്സ്റ്റർ പതുക്കെ മുന്നോട്ട് നടന്നു വരികയാണ്. ലോബ്സ്റ്റർ അങ്ങനെ വന്ന് പതുക്കെ അവിടെ നിന്നു. രണ്ടാമത് ഇത് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ആ ക്യൂബിക്കലിനകത്തൂടെ വന്നപ്പോഴത്തേനുള്ള കണ്ട കാഴ്ചയാണ് ആ ഗ്ലാസ്. ഇതിന് നിങ്ങൾക്ക് മനസ്സിലാവും, സ്റ്റാർ ഫിഷ്. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് സ്റ്റാർ ഫിഷിനെ. അതിങ്ങനെ ആ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. സ്റ്റാർ ഫിഷിൻ്റെ കൂടെ കുറച്ച് തിരണ്ടി ഇട്ടുണ്ട്. തിരണ്ടി, ഞാൻ തിരണ്ടീനെ ലൈവായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതേ ഒരു തിരണ്ടി മുകളിലോട്ട് കയറുന്നത്. അവന് കണ്ടപ്പോഴത്തേനും, ആൾക്കാരെ കണ്ടപ്പോഴത്തേനും ഒരു കുട്ടിക്കളി പോലെ പുള്ളി ചാടി വരിക. ഈ തിരണ്ടിൻ്റെ പ്രത്യേകമുണ്ട്, കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ മുഖം പോലെയൊക്കെ തോന്നും, ചിരിക്കുന്ന ഒരു രീതി പോലെ. ഞാനിവിടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഇതിനെ ചിരിക്കുന്ന പോലെ, ഇത് വാ തുറന്ന് ചിരിക്കുന്ന പോലെ തോന്നി. പക്ഷേ അത് കണ്ടാൽ നല്ല ക്യൂട്ടാണ്. പക്ഷേ ആ വാല് ഭയങ്കര ഡേഞ്ചറാണ്. ഇതൊരു പൊതുവെ സമാധാനം ഇഷ്ടപ്പെടുന്നൊരു ഫിഷാണ്. പക്ഷേ നമ്മുടെ സ്റ്റീവ് ഇർവിനൊക്കെ മരിച്ചത് ഈ തിരണ്ടിയുടെ വാലിൻ്റെ ഒരു പ്രഹരം കൊണ്ടാണ്. അങ്ങനെ ഞാൻ ആ ഗ്ലാസ്സിൽ തട്ടുന്നതനുസരിച്ച് ഈ തിരണ്ടി മുകളിലോട്ട് കയറി വരുന്നുണ്ട്. കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. അതിൻ്റെ കണ്ണും വായും ഒക്കെ കൊണ്ട് നമുക്കൊരു കുഞ്ഞു പിള്ളേരെ പോലെയൊക്കെ തോന്നും. അതിങ്ങനെ ആ ഉപ്പുവെള്ളത്തിനകത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ മുകളിലോട്ട് വരുന്നു, താഴോട്ട് വരുന്നു. ഈ ചെറിയ പിള്ളേരൊക്കെ എന്തോ കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏതോ ചെറിയ
കുഞ്ഞാന്ന് തോന്നുന്നു. കാരണം ഇതിനൊരു വെള്ള കളറും മറ്റു രണ്ടിനും ഒരു ചാര കളറുമാണ്. അങ്ങനെ ഞങ്ങൾ ഇത് വന്നപ്പോൾ നമ്മുടെ പഴയ സിലോപ്പി അതേ കിടക്കുന്നത്. പിന്നെ ഉള്ളത് ഇതൊരു സിലോപ്പിയുടെ വേറൊരു ബ്രീഡാണ്. അതായത് റെഡ് സിലോപ്പിയ എന്ന് പറയുന്ന ഒരു ബ്രീഡാണേ. ഇത് ഞാൻ ഞങ്ങളുടെ കുളത്തിൽ കൊണ്ടിട്ടുണ്ട്. ഇത് പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ അലിഗേറ്ററും അരാപ്പയ്മയൊക്കെ കിടക്കുന്ന അവിടെ നിന്ന് കാണാവേ നല്ല വലുതായിട്ട് കിടക്കുന്നുണ്ട്. ആ കളറോടെ വരുമ്പോഴത്തേനും അതുങ്ങൾക്കൊക്കെ ഒരു വല്ലാത്തൊരു വന്യത ഫീൽ ചെയ്യുന്നു. ഇത് സീബ്ര ഫിഷോ മറ്റാന്ന് തോന്നുന്നു. അങ്ങനെ സീബ്ര ഫിഷിനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ ഓടിപ്പോകുന്നു. അങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ വീട് ആ സണ്ണിക്കുട്ടാന്ന് പറയുന്ന പോലെ അത് നമ്മുടെ മഞ്ഞക്കൂരിയാണ്. ഇതിനൊക്കെ എവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നത് എന്തോ, നമ്മുടെയൊക്കെ നാട്ടിൽ തോട്ടിലൊക്കെ ഇഷ്ടം പിടി കാണുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും മത്സ്യകന്യ, ഒറിജിനൽ മർമേഡല്ല കേട്ടോ, അവരുടെ ഒരു വിനോദത്തിന് വേണ്ടി ഇട്ടേക്കുന്ന. എന്നാലും പുള്ളിക്കാരിയുടെ ആ വെള്ളത്തിനകത്ത് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ഭയങ്കര ഗ്രേറ്റ് ആട്ടോ. കാരണം നമുക്ക് അത്യാവശ്യം നീന്തൽ അറിയാം. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുളത്തിലൊക്കെ നീന്താറുണ്ട്. കാലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് നീന്താൻ വലിയ പാടാണ്. കാരണം പുറകോട്ടൊക്കെ മാത്രം നീന്തത്തുള്ളൂ. പക്ഷേ ഇവർ സ്കിൽഫുള്ളായിരിക്കും. അതുകൊണ്ടായിരിക്കും കാരണം അങ്ങനെ കാല് കെട്ടിയിട്ടും നമ്മൾ താഴോട്ടിറങ്ങി വന്ന് എല്ലാവരെയും കാണാൻ വരികയും അവർക്ക് എല്ലാവർക്കും ഹാർട്ടൊക്കെ കൊടുക്കുന്നു. ഒരു കുഞ്ഞ് വെച്ച് അവർക്ക് ഹാർട്ട് കൊടുത്തു, അവർക്കൊരു കിസ്സൊക്കെ കൊടുത്തു, അവരും തിരിച്ചു കൊടുത്തു. എന്നാലും ഇങ്ങനെ ഒരു ചെറിയ കുറച്ച് സ്പേസിനകത്ത് തന്നെ ഇങ്ങനെ അഭ്യാസങ്ങൾ കാണിക്കുന്ന ഒരു സമയം കേട്ടോ, ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം അത്രമാത്രം അവരതിനകത്ത് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ആ മത്സ്യകന്യെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്തു. ഇവിടെ തേങ്ങ ചിരണ്ടുന്ന മെഷീൻ, ഇനിയുള്ളത് പിന്നെ അങ്ങോട്ട് മൊത്തം മെഷീൻസ് ആട്ടോ, മെഷീൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണേ. അതെ, ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന, ഇത് നമുക്ക് ബെഡിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കുക. ബെഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഫർണിച്ചർ ഐറ്റംസൊക്കെയാണ്. അങ്ങനെ ജുവാൻ ഒരു ഫർണിച്ചറിലൊക്കെ വന്നിരുന്നു, മായമ്മേനെ പിടിച്ചിരുത്തി. അങ്ങനെ ഓരോരോ ഫർണിച്ചറിലും കയറിയൊക്കെ ഇരുന്ന് നോക്കുക. അങ്ങനെ വന്നപ്പം ജുവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം കണ്ടു. അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഡബിൾ ഡെക്കറായിട്ടുള്ള കിഡ്സിൻ്റെ ബെഡ്, അത് എന്തോ പുള്ളിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നമുക്ക് മേടിക്കാം അങ്ങനെ പറഞ്ഞ് അവനൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. ഇത് പല പല സാധനങ്ങളാണ് കേട്ടോ. ഇതിപ്പം നമ്മളെ ഹോട്ട് ബാഗാന്ന് തോന്നുന്നു. അങ്ങനെ ഓരോന്നും കണ്ട് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. അലുവക്കടയുണ്ട്. അങ്ങനെ നമ്മുടെ ഇത് പച്ചക്കറിക്കിടുന്ന വളമാണെന്ന് തോന്നുന്നു. പിന്നെയുള്ള ബാഗിൻ്റെ സെക്ഷനുണ്ട്. ഞാനൊന്ന് പേടിച്ചായിരുന്നു, ഇനി മായമ വല്ലതും ബാഗിൻ്റെ കാര്യം പറയുമോ ഇല്ലയോ എന്ന്. പക്ഷേ അങ്ങനെയൊന്നും വന്നില്ല. ബാഗ് ഉള്ളതുകൊണ്ട് പിന്നെ ബാഗൊന്നും പറഞ്ഞില്ല. മുകളിലൊക്കെ ബാഗ് തൂക്കിയിട്ടുണ്ട് കേട്ടോ, കുട്ടികൾക്കും വലിയവർക്കും ഉള്ള ബാഗല്ല. അങ്ങനെ വന്നപ്പം ജുവാന്തേ അവിടെ നിന്നൊരു കണ്ണാടിക്കട കണ്ടുപിടിച്ചു. കണ്ണാടി ഒരു 5-6 ഉണ്ടെങ്കിലും എവിടെ പോയാലും കണ്ണാടി ഒരു വീക്ക്നെസ്സാണ്. മമ്മൂട്ടിനെ പോലെയാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കണ്ണാടി കണ്ടുപിടിച്ചു, അത് മേടിച്ചു. അങ്ങനെ അടുത്ത് വന്നപ്പോഴത്തേനും സോപ്പുകൾ, ഓർഗാനിക് സോപ്പുകളാന്ന് തോന്നുന്നു, അതും മേടിച്ചില്ല. ഞങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ കുട്ടികളുടെ മറ്റേ കീ സ്റ്റാൻഡൊക്കെ വെക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ കോലാപ്പൂരി ചെരുപ്പുകൾ, രാജസ്ഥാൻ ഭാഗത്തു നിന്നുള്ള കോലാപ്പൂരി ചെരുപ്പുകൾ കണ്ടപ്പോഴത്തേനും മായമ ഒന്ന് കയറി. എന്നാലും കോലാപ്പൂരി ചെരുപ്പുക്ക് നമുക്കിവിടെ ഉള്ള വില കഴിഞ്ഞും കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേനും പഴയ നാടൻ മുട്ടായി കണ്ടു. നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ടാകുന്ന എല്ലാ മുട്ടായി ഉണ്ട് കേട്ടോ. അതെല്ലാം കണ്ടപ്പം ഭയങ്കര ഒരു നൊസ്റ്റാൾജി, പഴയ സ്കൂളിൽ നമ്മൾ പോയ പോലെയൊക്കെ തോന്നി. ഇത് ഫ്രയറാണേ, അവിടെ ഫ്രയർ വെച്ചിട്ടുണ്ട് ഓരോന്നെ. പിന്നെ ഇത് സുഗന്ധമായിട്ട് കൊതുക് തിരി, അത്യാവശ്യം സുഗന്ധം കിട്ടും, കൊതുക് തിരിയും കൂടെ ആയിട്ടാണ് ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു. അത് ജുവാനത് മണത്ത് നോക്കുന്നുണ്ട്, പുള്ളിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പം മേടിച്ചേക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളത് മേടിച്ചു. ചെറിയ പൈസയല്ലായിരുന്നു. പിന്നെ കണ്ടപ്പോഴത്തേനത് പച്ചക്കറി വിത്തുകൾ, ഇതെവിടെ കണ്ടാലും ഞങ്ങൾ മേടിക്കും. കാരണം പച്ചക്കറി വിത്ത് എപ്പോഴും മേടിക്കുന്നൊരു കൂട്ടത്തില്ല. അത്യാവശ്യം പച്ചക്കറിയൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു 10 കൂട്ടം പച്ചക്കറി മേടിച്ചു. ഇത് നമ്മുടെ പുതപ്പുകളൊക്കെയാണ്. അത് താല്പര്യപ്പെട്ടില്ല പുതപ്പുകൾ മേടിക്കാൻ വേണ്ടി, കാരണം ആവശ്യത്തിന് പുതപ്പുണ്ട്.
അങ്ങനെ വന്നപ്പോഴത്തേനും കുറേ ബെഡ്ഷീറ്റുകളും തലവണ കവിയൻ വാങ്ങിച്ചു. അപ്പോഴും ആവശ്യമുള്ളതായതുകൊണ്ട് അത് കുറച്ച് മേടിച്ചു. മായ്മ വിലയൊക്കെ പേശി മേടിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ വന്നപ്പോഴത്തേനും നമ്മുടെ ബിരിയാണിയാണോ അതോ വേറെന്തോ ഐറ്റം പോലെ തോന്നും, ഔലോസ് പൊടി മേടിച്ചില്ല. ഞങ്ങളിങ്ങനെ വന്നു. പിന്നെ തേൻ നെല്ലിക്കയൊക്കെ ഉണ്ടായിരുന്നു, അതും മേടിച്ചില്ല. കുട്ടികളുടെ പടം വരയ്ക്കുന്ന പുസ്തകങ്ങളും ഇതൊരുപാടുണ്ട്, അതുകൊണ്ട് മേടിച്ചില്ല. അങ്ങനെ വന്നപ്പോഴത്തേനും ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരുടെ സ്വീറ്റ് പലതരത്തിലുള്ള ജീരകത്തിനകത്തൊക്കെ ഇട്ടേക്കുന്നത്. എല്ലാ മലയാളികളെയും പോലെ ഞങ്ങൾ അത് മൊത്തം ടേസ്റ്റ് ചെയ്തു കുറച്ചൊക്കെ. എന്നിട്ട് അവരെടുക്കാൻ വേണ്ടി കൂടൊക്കെ തുറന്നു. ഓക്കെ ഏട്ടാ ശരിയെന്ന് പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ അടുത്ത കടയിലോട്ട് നീങ്ങി. അടുത്ത കട രാജസ്ഥാൻ ഭാഗത്ത് നിന്ന് കൊണ്ടുവരുന്ന അച്ചാറുകളാണ്. കാണുമ്പോഴത്തേനും നമുക്ക് നാവിലെല്ലാം വെള്ളം വീറും. നല്ല രസമുണ്ട് കാണാൻ. പല കളറിൽ പല രീതിയിൽ വെള്ള ബക്കറ്റിലിരിക്കുന്ന കാണുമ്പോഴത്തേനും അത് കഴിക്കാൻ തോന്നും. പക്ഷെ ഞങ്ങൾ ഒരു അച്ചാർ മേടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അത്ര സൂചിച്ചില്ല കേട്ടോ. പിന്നെ ജുവാന് പെൻസിൽ എടുക്കാൻ വേണ്ടി പെൻസിൽ ഷോപ്പിൽ കയറി. അപ്പോൾ 2-3 പെൻസിലൊക്കെ എടുത്തു. ജുവാന് അത്യാവശ്യം രാവണൻകോട്ടയുള്ള പെൻസിൽ തന്നെ എടുത്തു. അങ്ങനെ മുന്നോട്ട് വന്ന വഴിക്ക് കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്ന പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി ജുവാൻ എന്തുകൊണ്ടോ കളിപ്പാട്ടങ്ങളോട് ഒരുപാട് താല്പര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് കളിപ്പാട്ടങ്ങളൊന്നും നോക്കിയില്ല. അവിടെ നേരെ വന്നപ്പോഴത്തേനും വയനാടുകാരുടെ അച്ചാർ, നമ്മുടെ നാരങ്ങയും നമ്മുടെ ഈന്തപ്പഴമൊക്കെ ഇട്ട അച്ചാർ, വെളുത്തുള്ളിയും കാന്താരിയൊക്കെ ഇട്ട അച്ചാർ ഞങ്ങളൊരു കുപ്പി വാങ്ങിച്ചു. രണ്ട് കുപ്പി വാങ്ങിച്ചു. പിന്നെ ചമ്മന്തിപ്പൊടി വാങ്ങിച്ചു. നല്ലതായിരുന്നു കേട്ടോ. അതൊരു ഭയങ്കര വർത്തായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് മെഹന്തിയുടെ ഒക്കെയാന്ന് തോന്നുന്നു, അതൊന്നും ചെയ്തില്ല. ഞങ്ങൾ മുന്നോട്ട് പോയി. ഇനി ഫുഡ് കോർട്ടിൻ്റെ ഏരിയയാണ്. പാനിപ്പൂരി കണ്ടപ്പോൾ തന്നെ ജുവാൻ്റെ പിടിവിട്ടു. കാരണം പാനിപ്പൂരി കഴിക്കുക എന്നുള്ളത് അവൻ്റെ എപ്പോഴത്തെ ആഗ്രഹമാണ്. എവിടെ വന്നാലും ഒരു പാനിപ്പൂരി കഴിക്കുക എന്നുള്ളത് പുള്ളിക്ക് എങ്ങനെ ഇഷ്ടമായെന്നോ നമുക്ക് ഇതുവരെ അറിയത്തില്ല. അങ്ങനെ ഒരു പാനിപ്പൂരി വാങ്ങിച്ചു. അതിനകത്ത് ആ ഒരു പുളി പോലത്തെ വെള്ളമൊക്കെ മിക്സ് ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിച്ചു. ജുവാൻ കഴിച്ചു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മായ്മയ്ക്കൊരു ആഗ്രഹം നമ്മുടെ പഴംപൊരിയും ബീഫ് കറിയും കൂടെ കൂട്ടി കഴിക്കണമെന്ന്. അങ്ങനെ ഒരു പ്ലേറ്റ് പറഞ്ഞു. ഞങ്ങളെല്ലാവരും പഴംപൊരിയും ബീഫും കഴിക്കുകയാണ്. അങ്ങനെ പഴംപൊരിയും ബീഫും കഴിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചു. ജുവാന് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജുവാന് നാരങ്ങ വെള്ളം കഴിച്ചു. ഇത് കാർണിവൽ ഏരിയയാണേ. ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. ഈ സ്ഥാനത്ത് അങ്ങനെ ഒരുപാട് കാർണിവൽ സാധനങ്ങളുണ്ട്. പിള്ളേർക്ക് ഇറങ്ങാവുന്ന തൊട്ടിലുണ്ട്, വലിയവർക്ക് ഇറങ്ങാവുന്ന തൊട്ടിലുണ്ട്. ഇത് പിള്ളേർക്ക് ഇങ്ങനെ വട്ടത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഹോഴ്സ്. ഇത് പിന്നെ അറിയാലോ തൊട്ടിൽ. പക്ഷെ ആൾക്കാരധികം പേര് അങ്ങനെ അതിനകത്തൊന്നും കയറുന്നത് ഞാൻ കണ്ടില്ല. കുട്ടികളൊക്കെ 1-2 പേരതിനകത്ത് കയറുന്നുണ്ട്. ചെറിയ തൊട്ടിലിൽ ചെറിയ ഇറക്കം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ കയറ്റി പേടി മാറുന്ന എപ്പോഴും നല്ലതായിരിക്കും. പിള്ളേരുടെ ഉയരത്തോടുള്ള പേടി ഇതൊക്കെ മാറാൻ വേണ്ടിയും വേഗത്തോടും അങ്ങനെ ആ ഒരു പേടി മാറാനൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്നാലും നമ്മുടെ സേഫ്റ്റി എപ്പോഴും മുഖ്യമായിട്ട് നോക്കണം. ഇതൊക്കെ സുരക്ഷിതം തന്നെയാണ്, എല്ലാം നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക. ഇത് ഡിസ്കോ എന്ന് പറയുന്നൊരു സാധനമാണ്. ഭയങ്കര രസമുള്ള സാധനം കേട്ടോ. ഞങ്ങൾ പിന്നെ അത് അവിടെ ഒരു പുതിയതായിട്ട് കണ്ട സാധനമാണ് ഇത്. നമ്മുടെ കാറ് പോലത്തെ, എനിക്ക് തോന്നുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും പുറകോട്ടും ഓടുന്ന സാധനമായിരിക്കും. അങ്ങനെ അതിലവിടെ ആകർഷണമായിട്ട് കണ്ടത് ഈ നമ്മുടെ വണ്ടർലയിലൊക്കെ ഉള്ള പോലത്തെ ഒരു സാധനമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ജുവാന് പറഞ്ഞു നമ്മുടെ ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മായമ്മ കയറുന്നില്ല, ഞാനും ജുവാനും കൂടെ ട്രെയിനിൽ കയറി. ഞങ്ങൾ മായമ്മയ്ക്കൊരു ടാറ്റയൊക്കെ കൊടുത്തു. അങ്ങനെ ട്രെയിനിലൊരു കറക്കം. ജുവാന് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് മിക്കപ്പോഴും കയറുന്ന നമ്മുടെ അതിരമ്പുഴ പള്ളിയിലെ പെരുന്നാളിനും നമ്മുടെ ഏറ്റുമാനൂരിൽ ആറാട്ടിലുമൊക്കെ പോയാലും ഇതുപോലത്തെ ഒരു സംഭവം കാണും. അങ്ങനെയാകുമ്പോൾ ഞങ്ങളെല്ലാവരും കയറുന്നതാണ്. കാരണം ഇതാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
പിള്ളേർക്കും കയറാം, വലിയവർക്കും കയറാം. അങ്ങനെ ഒരു 5-6 വട്ടം നിർത്താതെയുള്ള കറക്കത്തിന് ശേഷം അത് നിന്നു. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി, എല്ലാവരും ഇറങ്ങി. ഇനിയിപ്പം അടുത്തൊരു റൈഡിലോട്ട് കയറാമെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി മായ്മ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ജുവാൻ ഇഷ്ടപ്പെട്ടത് നേരെ വെള്ളത്തിലുള്ള ആക്ടിവിറ്റിയാണ്. എന്തോ സാധാരണ രീതിയിൽ വെള്ളത്തിൽ ആക്ടിവിറ്റി താല്പര്യപ്പെടാറില്ലാത്തതാണ്, ഇന്നെന്തോ താല്പര്യപ്പെട്ടു. ഇത് നമ്മളെ കൈ കൊണ്ട് കറക്കുന്ന ടൈപ്പ് ബോട്ടാണ്. പക്ഷേ ജുവാൻ ആദ്യത്തെ പ്രാവശ്യം ആദ്യമായിട്ടാണ് കയറുന്നത്. ഇതിൽ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള കാര്യം പുള്ളിക്ക് മനസ്സിലായില്ല. പുള്ളി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരെണ്ണം മാത്രം കറക്കുന്നുണ്ട്, ഇത് റൗണ്ട് ചെയ്യാണ്. അങ്ങനെ തൊട്ടടുത്ത പിള്ളേർ ചെയ്യുന്നത് കണ്ടിട്ട് പുള്ളി പഠിച്ച് രണ്ടും ഒരേ രീതി കറക്കിയാൽ വണ്ടി മുന്നോട്ട് പോകും. മോഹൻലാൽ പറയുന്ന പോലെ ഇപ്പം പിടികിട്ടി. അങ്ങനെ അതിലേക്കൂടെ കുറേ നേരം തുഴഞ്ഞൊക്കെ നടന്നു. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി മടുത്തു. അങ്ങനെ തിരിച്ച് ഞങ്ങളത് ആ വലിയ സാധനം നോക്കി നിൽക്കുകയാണ്. കാണാം ആൾക്കാരെല്ലാം കയറി നിന്ന് നല്ല കാറിച്ച് കേട്ടോ, നല്ല ഉയരമായതുകൊണ്ട്. പിന്നെ അത് ഈ ഫ്ലൈയിങ് കൊളംബസ് അതുണ്ട്, അധികം പേര് കയറുന്ന കണ്ടില്ല. അങ്ങനെ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ കാർണിവലിൻ്റെ മൊത്തത്തിലുള്ള കാർണിവൽ ഏരിയ. ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ. എല്ലാം അടിപൊളിയായിരുന്നു. കാഴ്ചകളും നമുക്ക് മേടിക്കാനുള്ള, പർച്ചേസ് ചെയ്യാനുള്ളതും കഴിക്കാനുള്ളതും നമുക്ക് വിനോദത്തിനുള്ളതും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ നല്ലൊരു ഇവൻ്റാണ് കഴിഞ്ഞു പോയത്. നമ്മുടെ പൈസ വർത്താണ്. ഇങ്ങനെയുള്ള വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണ് ഇതുപോലത്തെയുള്ള ഫെയറുകൾ. എന്നാൽ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു. എല്ലാം കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു, ബൈ.